നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ ഉപകരണങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓ, അപ്പൊ ഇവര് പുതിയത് വാങ്ങിച്ചതായിരിക്കും. ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേലും ആട്ടെ. ആഹാ, മ്യൂറൽ പെയിന്റിംഗ് തുടങ്ങിയോ? ആ, താൽക്കാലികമായി ഒന്ന് മുടങ്ങിക്കിടന്നതാ, അത് വീണ്ടും തുടങ്ങി. ആ മന്ദാഹിനിക്കാർ തന്ന ഓർഡറല്ലേ ചെയ്യാൻ പോകുന്നത്? അതെ. ഏതായാലും ഗിരിയുടെ വരവും നന്ദിനിക്കൊരു പ്രചോദനമായി. പഴയ ചങ്ങാതിയുടെ മുമ്പിൽ തന്റെ പ്രതിഭ തെളിയിക്കാൻ നന്ദിനിക്കൊരു അവസരമായല്ലോ അല്ലേ? രാജലക്ഷ്മി എന്തിനാ ഈ ഗിരിയെയും നന്ദിനിയും ചേർത്ത് ജയറാമിനെ വെറുതെ കുത്തിനോവിക്കുന്നത്? ഇതൊട്ടും ശരിയല്ല. ഇതെന്താ ഗിരി, നന്ദിനിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നേ? ഞാൻ അത്ഭുതത്തോടെ നോക്കുക. നന്ദിനിയുടെ സർഗസിദ്ധി എത്ര ഈസി ആയിട്ടാ നന്ദിനി പെയിന്റ് ചെയ്യുന്നത്. ഓ, അതും മ്യൂറൽ പെയിന്റിംഗ്. അയ്യോ, അങ്ങനെയൊന്നും പുകഴ്ത്തല്ലേ ഗിരി. ഈ ബ്രഷ് നേരെ ചൊവ്വെ പിടിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാ. അത് നന്ദിനിയുടെ എളിമ. അയ്യോ, സോറി നന്ദിനി, വേദനിച്ചോ? ഐ ആം റിയലി സോറി നന്ദിനി. ഇല്ല, സാരമില്ല. അയ്യോ, കുഴപ്പമില്ല, വേണ്ട, കഴിഞ്ഞു കഴിഞ്ഞു. എന്താ ഇവിടെ? നിനക്കെന്താടാ ഇവിടെ കാര്യം? പോടാ പുറത്ത്. ഇത് കുടുംബത്തിലെ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലോ. നീ ഇവിടെ വന്നു പോവരുത്. പോകാൻ. രാജലക്ഷ്മി, അവൻ നിന്റെ മൂത്ത മകനാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ സ്വപ്നവും സമാധാനവും നീ നഷ്ടപ്പെടുത്തുമ്പോൾ അതൊക്കെ നിനക്ക് നഷ്ടപ്പെടും. ഒരുത്തനെ ഓടിച്ചാൽ ഓടുന്നവന് മാത്രമല്ല, ഓടിക്കുന്നവനും കിതപ്പുണ്ടാവും. ഇത് മറക്കാതിരുന്നാൽ നിനക്ക് തന്നെ നല്ലത്. ഒത്തിരി നല്ല അമ്മമാര് ഈ ലോകത്തുണ്ട്. മരുമക്കളെ സ്വന്തം മക്കളെക്കാൾ ഏറെ സ്നേഹിക്കുന്നവര്. നിങ്ങളെ അങ്ങനെയുള്ള അമ്മായിയമ്മമാർക്ക് ഒരു നാണക്കേടാ. കൂടുതൽ വാചകം അടിച്ച് നിങ്ങളുടെ മുമ്പിൽ വില കളയാനൊന്നും ഞാനില്ല.
ദേ, വേഗം ഈ തുണികളൊക്കെ കല്ലിൽ അലക്കിയിട്. ഛീ, ഞാൻ ഇറക്കിയിടാനോ? നിങ്ങൾക്കെന്താ അലക്കിയിട്ട? ജനിച്ചപ്പോ മുതൽ ഈ നിമിഷം വരെ അച്ഛനും അമ്മയും സമ്പാദിച്ച ചെമ്പകമംഗലത്തെ ഫുഡും അടിച്ച് രാജകീയ ജീവിതമായിരുന്നില്ലേ? ഇനി അത് വേണ്ട. നീ എന്താ പറഞ്ഞത്? പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടാ, അതാ കല്ലേൽ അലക്കിടാൻ പറഞ്ഞത്. ചെമ്പകമംഗലത്തെ സാവിത്രിയോട് ധിക്കാരം പറയുന്നോടി. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? നിങ്ങൾ എന്റെ ഭർത്താവിന്റെ അമ്മയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് ആരോടും സ്നേഹമില്ലെന്ന് എന്റെ ഭർത്താവിനെ കൃത്യമായിട്ട് അറിയാം. ആരാടി നിന്റെ ഭർത്താവ്? കാർത്തി നിന്നെ ഭാര്യയായിട്ടും ഞാൻ നിന്നെ മരുമകളായിട്ടും അംഗീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായ അറിയിപ്പും അപ്പോയിന്റ്മെന്റ് ഓർഡറും ഒക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് ഇരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാനും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ആ കാര്യം ഡിസ്കസ് ചെയ്യാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വേഗം ഈ തുണികളൊക്കെ അലക്കിട്ടെ. ഈ ധിക്കാരത്തിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ സാവിത്രിയല്ല. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യില്ല? എന്നെ കൊണ്ട് സൗകര്യപ്പെടില്ല. സ്വന്തം മകന്റെ ഉദ്യോഗം കളഞ്ഞ് അങ്ങേരെയും കൂടി ജയിലിലാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? എന്താ നീ പറഞ്ഞത്? ഈ വീഡിയോയുടെ കാര്യം നിങ്ങൾ എന്താ മറന്നുപോയോ? നിങ്ങൾ സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോയാ ഇത്. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? എന്താ സംശയം? നിങ്ങളെ ഒതുക്കണമെങ്കിൽ ഈ വക കെണികൾ ഒരുക്കിയാലേ പറ്റൂ. അല്ല, ഇത്തരം കെണികൾ ഒരുക്കി എന്നെ പെടുത്താൻ ഞാൻ എന്ത് തെറ്റാ മീനാക്ഷി എന്നോട് ചെയ്തത്? അല്ല, നിങ്ങൾ എന്നോട് നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടോ? നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങളെ ജയിലിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം. എന്നാ ഞാൻ വീഡിയോ പോലീസിൽ കൊടുക്കാം. അല്ലല്ല, അയ്യോ വേണ്ട. മീനാക്ഷി മോക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ഈ തുണികള് കല്ലിൽ അലക്കണം, അത്രയല്ലേ വേണ്ടൂ. അതിന് നമ്മൾ തമ്മിൽ എന്തിനാ ഒരു വഴക്ക്? ഇത് ഞാൻ അലക്കിയിട്ടേക്കാം. എന്നാ ശരി. ഒരിക്കലും വെളുക്കില്ലെങ്കിലും നിങ്ങളെ ഞാൻ ദേ ഇങ്ങനെ ഇട്ട് അലക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.